ഹരേകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കൊട്ടു. ഇപ്പോൾ ഇവിടെ പറയുന്നത് കുംഭമാസത്തെ ഫലമാണ്. അതായത് 1200 ആണ്ട് കുംഭമാസം 1 തൊട്ട് 30 വരെക്കുള്ള ഫലം 27 നക്ഷത്രക്കാർക്കുള്ള ഫലമാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രം എന്നു നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഏകദേശം ചാരവശാൽ വളരെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവവും 11ാം ഭാവത്തിലുള്ള ശനിയും 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ഉഗ്രപരമായിട്ടുള്ള നേട്ടങ്ങളും കാര്യനേട്ടങ്ങളും കാര്യസാധ്യതകളും ഭവന നിർമ്മാണങ്ങളും ലോണ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയവും ധനസമ്പാദ്യവും ഭാഗ്യകടാക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്ന് ആറാടുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്കും വളരെ ഉചിതപരമായിട്ടുള്ളൊരു ഫലമാണ് ഇപ്പോൾ ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും. എന്നിരുന്നാലും ഭരണി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഒരു ഫലമാണ് കൂടുതലായിട്ടും കാണുന്നത്. കാരണം വെച്ച് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഫലങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ അവർക്ക് കൂടുതലും ധനത്തോടുള്ള ആർത്തി മൂലമുണ്ട്, അത്യാഗ്രഹമുണ്ട്. എത്രത്തോളം സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം സമ്പാദിക്കാൻ പറ്റുന്നുള്ളൂ. കൂർമ്മ ബുദ്ധി, അതായത് നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിപൂർവം കൊണ്ട് സഹകരിച്ച് അതിൽ നിന്ന് നേട്ടം കൈവരിക്കുവാനും അധികാരങ്ങൾ കൈപ്പിടിച്ച് പറ്റുവാനും ഉള്ള ജാഗ്രത അവർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് മിക്ക ആൾക്കാർക്കും ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കെല്ലാം മോശപ്രാപ്തി കിട്ടുവാനുള്ള സാധ്യത വളരെ അടുത്തടുത്ത് വരുന്ന ഒരു ഘട്ടമാണ്. എന്നിരുന്നാലും കുറേയേറെ ഗുണങ്ങളുണ്ട് താനും കാർത്തിക നക്ഷത്രക്കാർക്ക്. ധനസംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ച് വരുന്നൊരു സമയമാണ്. രോഹിണി നക്ഷത്രക്കാർക്കാകട്ടെ ആകെ സമ്പത്ത് സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള മന്ദതകളും തൊഴിൽ സംബന്ധമായിട്ടുള്ള പരാജയഭീതിയും തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടക്കുറവുകളും ബിസിനസ് തകർച്ചകളും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബത്തിൽ കലഹങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ വരുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് കാരണം കൊണ്ട് തന്നെ അവർക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള തൻ്റെ ഇടം എന്ന് പറയുന്നത് തൻ്റെ ഇടം അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. മകീര നക്ഷത്രക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ച് നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ലെവലിൽ വിജയസാധ്യത പറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്രം. അതിലവർക്ക് നേട്ടം കണ്ടു. കുടുംബപരമായിട്ടുള്ള വളരെ നീക്കുപോക്കുകൾ, നന്നായിട്ടുള്ള ഒരു നീക്കുപോക്കുകൾ അവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സന്താനങ്ങളെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ആശങ്കയോട് കൂടിയിട്ടുള്ളൊരു പ്രവർത്തനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസികപരമായിട്ട് വിഭ്രാന്തി, മാനസികപരം തേടിക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പാടെ മാറി വരുമ്പോലെ കാണാം എന്നുള്ളൊരു ചിന്താഗതിയും അതുപോലെ തന്നെ ധനലാഭങ്ങളും ധനനേട്ടങ്ങളും സാഹചര്യങ്ങൾ ഒത്തുകൂടി വരികയാണെങ്കിലും ചില സമയങ്ങളിൽ ഒത്തുപോകാതെ വരികയാണെങ്കിലും മനസ്സിൻ്റെ തൃപ്തി കൊണ്ടും അവനവൻ്റെ ജാഗ്രത കൊണ്ടും അവനവൻ്റെ മുൻകോപം കൊണ്ടും അവനവൻ്റെ വാശി കൊണ്ടും നേട്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പുണർദ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരിതിനേക്കാളും മേലെയാണ്. ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളും നേതൃത്വം വഹിക്കാനുള്ള കഴിവുകളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കഴിവുകളും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള പുരോഗമനവും ഭവന നിർമ്മാണവും പൂർത്തീകരിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള സങ്കോചങ്ങളും ഭൂമി ലാഭങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും അതിക്രമിച്ചു പോകുന്നുണ്ട്. അതേസമയത്ത് പൂയ നക്ഷത്രക്കാർക്കാണെങ്കിൽ ധനലാഭത്തിൻ്റെ ഒരു അതിർത്തി വരെ വന്ന് നിൽക്കുന്നുണ്ട്. അത് എത്താൻ സമയമായി എന്നുള്ളതാണ് ഈ കുംഭമാസത്തെ പറഞ്ഞത്. ഈ കുംഭമാസത്തിൻ്റെ ഏകദേശം 20ാം തീയതിയോടുകൂടി ഒരു ധനസമാഹരണം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ഭാഗ്യകടാക്ഷം കൊണ്ടാകാം, ധനനേട്ടം കൊണ്ടാകും, ബിസിനസ് കൊണ്ടാകും, എന്തുകൊണ്ടാകും. പക്ഷെ കൂടുതൽ ഇവിടെ കാണുന്നത് ധനവസാൻ എന്നാണ് പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് ധനം വരാണ്. അപ്രത്യക്ഷപരമായിട്ടുള്ള ധനമാണ് ഇവിടെ പ്രത്യക്ഷമാണ്. അതേസമയത്ത് കുടുംബത്തിന് എന്താണ് ഈ ധനത്തിനെ മാത്രം ചിന്തിച്ചാൽ കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റും, നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ആയില്യ നക്ഷത്രക്കാർക്കാണെങ്കിൽ ദുരിതങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയും
അവർക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരികയും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള ടെൻഷൻ കൂടുതലാകുകയും ആശുപത്രിവാസങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം കൂടുതലുണ്ട്. മകനക്ഷത്രക്കാർക്കാണെങ്കിൽ അത്യധികം വന്നിട്ട് വിഷമഘട്ടങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഈ മാസം നേരിടുന്നുണ്ട്. പക്ഷേ എല്ലാം അത് അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നലുകൾ ഈ യൂട്യൂബ് ചാനലുകൾ, എൻ്റെ മാത്രമല്ല പല യൂട്യൂബ് ചാനലുകൾ കാണുന്നവരും പല 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 അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഏകദേശം 70% എല്ലാവരും ഒരുപോലെ പറയുള്ളൂ. ചിലവരുടെ ഇംഗിത പ്രകാരം പറഞ്ഞാൽ അവരവരുടെ ഭാവനയിൽ വരുന്ന ചിന്താഗതികൾ ഉണ്ടല്ലോ, ആ ഭാവനയിൽ വരുന്ന ചിന്താഗതിയും ബ്രെയിൻ സംബന്ധമായിട്ടുള്ള, മനസ്സല്ല ബ്രെയിൻ, മനസ്സാണ് ബ്രെയിൻ. ബ്രെയിൻ മനസ്സെവിടെ ചോദിച്ചു പറഞ്ഞാൽ ബ്രെയിനിലാണ് മനസ്സ് കിടക്കുന്നത്. ആ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രവണതകൾ മൂലവും അവർക്ക് ഇനി വരാൻ പോകുന്ന കാലത്തെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളൊരു ചങ്കൂറ്റത്തോടുകൂടി അവർക്ക് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ മകൻ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾക്കാണെങ്കിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കൈവരിക്കാൻ വേണ്ടി അവർ എത്രത്തോളം ക്ഷമ സഹിക്കാൻ പറ്റുമോ അത്രത്തോളം ക്ഷമ സഹിച്ച് നിന്നു പോകുന്ന ഒരവസ്ഥയാണ് മകൻ നക്ഷത്രക്കാർക്കുള്ളത്. എന്നിരുന്നാലും അവർ കുടുംബത്തെ വിട്ട് ഒരിക്കലും കളിക്കുകയില്ല. അതുപോലെ തന്നെ കടബാധ്യതകൾ പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്കും വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനെ അതിജീവിച്ച് പോകാനുള്ള കഴിവുകൾ ഈ കുംഭമാസത്തിൽ അവർക്കുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ, പറയണം എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെയാണ് പൂര നക്ഷത്രക്കാർക്ക് 7-ാം ഭാവത്തിൽ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടക വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാരവസാനം എല്ലാ അപരീതപരമായിട്ടുള്ള പ്രവണതകളാണ് കാണുന്നത്. അവർക്കും വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ആദിയുണ്ട്. ആദ്യം പറഞ്ഞാൽ പേടിയല്ല, ആശങ്ക പറഞ്ഞാൽ അതുമല്ല, വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ആകർഷണപരമായിട്ടുള്ള ചിന്താഗതികളാണ്. ചില ആളുകളെല്ലാം രാശിമാറ്റം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. ചില ജ്യോത്സ്യന്മാരെല്ലാം വന്നിട്ട് ശനിമാറ്റവും കഴിഞ്ഞു, വ്യാഴമാറ്റവും കഴിഞ്ഞു. കാരണം യൂട്യൂബ് കണ്ട് അവർക്കിത് മാറി എന്നുള്ളതാണ് ചിന്ത. പക്ഷെ മാറിയിട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ചിന്ത പറയുന്നത്. അതുപോലെ തന്നെ ഉത്തര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അറ്റത്തെത്തി ഈ മാസം അവസാനത്തോടുകൂടി അവർക്കൊരു അറുതി, അല്ലെങ്കിൽ മാർച്ച് 15-ൻ്റെ ഉള്ളിൽ ഈ മാസം അവസാനം, കുംഭമാസം അവസാനത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിപ്പെടും, അല്ലെങ്കിൽ എത്തിപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. അത് എത്തിപ്പെടാതിരിക്കുകയാണെങ്കിൽ അവനവൻ്റെ കഴിവ് കേടുതേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജാതകദോഷം അല്ലെങ്കിൽ നാളുദോഷം, നക്ഷത്രദോഷം എന്ന് പറയാനേ ഇല്ല. അവരുടെ കഴിവ് കേടുതേ പറയാൻ പറ്റുള്ളൂ. യുവത്വത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാരാണ് ഇതിൽ ഏറ്റവും അടിമകളായിട്ടും മടി പിടിച്ചിട്ടും പ്രവണതകളിൽ ഒരു സ്ഥലത്ത് നിൽക്കാതെയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പക്വതയാർന്ന ആൾക്കാരുണ്ടല്ലോ, പക്വത പറഞ്ഞാൽ ഏകദേശം ഒരു 35 വയസ്സിന് ശേഷമേ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കൊരു പക്വത വരുള്ളൂ എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. മറ്റുള്ളവരുടെ കണക്കൂട്ടൽ എനിക്കറിയില്ല, എൻ്റെ കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഉചിതപരമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ചിത്തിര നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർ അത്യുത്തര ഉന്നതങ്ങളിൽ 130% ആൾക്കാർ എത്തിയിട്ടുണ്ടാവുന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും. ഉദ്യോഗകയറ്റം, സ്ഥാനമാന പദവികൾ, അതുപോലെ വിദേശ പര്യടനം, വിദേശയാത്ര, ബിസിനസ് ലാഭം, ദാനലഭിതം ഇതുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അവർ ജാതകദോഷം ചിലപ്പോൾ അവർക്ക് കുറവുണ്ടാവും. അത് കാരണം കൊണ്ട് ചിലപ്പോൾ ജാതക പ്രകാരം ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടാനുണ്ടാവും. പക്ഷേ തുലാരാശിയെ പുറത്തവർക്ക് പറയുകയാണെങ്കിൽ വളരെ അത്യാധിപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സങ്കോചകരമായിട്ടുള്ള സംഭവമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസത്തിൽ അതിതീവ്രപരമായിട്ടുള്ള നേട്ടങ്ങൾ കഴിവുകളുണ്ടാകും. അഷ്ടമത്തിൽ വ്യാഴം നടന്നുകൊണ്ടിരുന്നോട്ടെ കുഴപ്പമില്ല, കുറച്ച് ധനസംബന്ധമായിട്ടുള്ള കടബാധ്യതകൾ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ചു കൂട്ടുന്നതില്ലാതെ അത് തീർക്കാൻ പറ്റുന്നുള്ള അവരുടെ മനസ്സിലിരിപ്പുണ്ടാവും. അത് തീർക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ലെവലിൽ അവിടെ നിന്ന് കടം മാറ്റി ആ കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. കുടുംബകാര്യങ്ങളായാലും ശരി, ബിസിനസ് കാര്യം, തൊഴിൽ കാര്യങ്ങളായാലും ശരി, ഒരിക്കലും തൊഴിൽ നഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണത പറയാൻ പറ്റും. കാരണം ചിത്ര നഷ്ടക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടില്ല. പക്ഷെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടില്ല, തൊഴിൽ പുരോഗതി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതാണ് ഇവിടെ പറയാനുള്ളത്. അതേസമയം ചോദ്യ നക്ഷത്രക്കാർക്കാണെങ്കിലോ ഇനി ഈ ഭാഗം തൊട്ട് ഈ കുംഭമാസത്തിൻ്റെ ആരംഭഘട്ടം എന്ന് പറഞ്ഞാൽ 10-ാം തീയതി തൊട്ടിട്ട് വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ്. നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെ
അവരെ തേടി വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തേടി വരിക വെച്ചാൽ അവർ തേടി പോകേണ്ട അവസ്ഥയില്ല, അവരെ തേടി ഇങ്ങോട്ട് വരുന്ന പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത്, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവതി എന്ന് പറയുന്നത്. പല മതസ്ഥരും, അതായത് ഇസ്ലാമായാലും ക്രിസ്ത്യൻസ് ആയാലും മാതാവുമുണ്ട്, മറ്റേതുമുണ്ട്, ബീവിയുമുണ്ട്, അള്ളാഹുമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് എടുക്കുകയാണെങ്കിൽ അവർക്കും അതേപോലെ തന്നെയാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് ശാരീരികപരമായിട്ട് നല്ല തടിയുള്ളവർക്കാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഭക്ഷണ രീതികൾ കൈകാര്യം ചെയ്യാൻ. കാരണം ശരീരഭാരം കൂടും, വയറ് വന്ന് ചാടും എന്നുള്ള ശ്രദ്ധക്കുണ്ട്. വയറും ശരീരവും എല്ലാം പ്രശ്നപ്പെടും. ധനമാണ് പ്രശ്നം, അല്ലെങ്കിൽ തൊഴിലാണ് പ്രശ്നം, അല്ലെങ്കിൽ കുടുംബമാണ് പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം കഴിയാതിരിക്കുന്നതാണ് പ്രശ്നം. ഇതൊക്കെ സാധിക്കാനുള്ള സമയമായി എന്ന് തന്നെ പറയാം. കുംഭമാസം 15 കഴിഞ്ഞോട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റങ്ങളുടെ കാലങ്ങൾ ഇവർ തേടിയെത്തും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അത് കഴിഞ്ഞു പറഞ്ഞ പിന്നെ വരുന്ന അനിഴ നക്ഷത്രക്കാർക്കാണ്. അനിഴ നക്ഷത്രക്കാർക്ക് കുംഭം 15-ാം തീയതിയോടുകൂടി തലയിലെഴുത്തെ മാറാൻ പോവുകയാണ്. അനിഴ നക്ഷത്രക്കാർക്ക് കുംഭം 15-ാം തീയതി തലയിലെഴുത്ത് മാറാൻ പോകുന്നു. കണ്ടകശനി 29-ന് മാറുകയുള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതുണ്ടാവും. പക്ഷേ ദേഹാരിഷ്ടത കുറച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു വരും. ഇനി അവസാന ഘട്ടത്തിൽ പൊറുക്കിട്ട മുറിവുകൾ, അതായത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ അത് തുന്നിക്കെട്ടിയ മുറിവുകൾ ഉണങ്ങാനുള്ള സമയം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അന്യ നഷ്ടക്കാർക്ക് അവർക്ക് നേട്ടം കൊണ്ട കാര്യങ്ങൾ വരും. എന്താ വെച്ച് പറഞ്ഞാൽ ഒരു ഉപദ്രവകാരനെ വീട്ടിൽ പിടിച്ചു വെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവം തന്നെ ഉണ്ടാവുള്ളൂ. അയാൾ വീട് വിട്ടു പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവം പോയി, അത്രയേ ഉള്ളൂ. അതാണ് ഈ അന്യ നക്ഷത്രക്കാർക്ക്. തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ അടിപൊളി സമയമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരിൽ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ളവർ കാണില്ല. മധ്യപ്രായം പറഞ്ഞാൽ 30 വയസ്സ് തൊട്ടിട്ട് ഏകദേശം 40-45 വയസ്സ് വരെയുള്ള സമയം വളരെ ഉചിതപരമായിട്ടുള്ള കാലമാണ്. കുംഭം 15-ാം തീയതിക്ക് ശേഷം വരാൻ പോകുമെന്ന് പറയുന്നത്. അപ്പോൾ കുംഭമാസം ഫസ്റ്റ് തൊട്ട് എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കീഴിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. അതുപോലെ ധനുരാശിക്കാർക്ക് നേട്ടങ്ങളുടെ കാലങ്ങൾ വരാൻ പോവുകയാണ്. ധനുരാശിക്കാർക്ക് എന്ന് പറയുമ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വ്യാഴൻ 6-ാം ഭാഗത്ത് നിൽക്കുകയാണ്, കടസ്ഥാനത്ത് നിൽക്കുന്നു, രോഗസ്ഥാനത്ത് നിൽക്കുന്നു, തടസ്സസ്ഥാനത്ത് നിൽക്കുകയാണ്. കുടുംബകാരകനാണ്, വാക്കിൻ്റെ കാരകനാണ്. അവരാണ് പറയുന്ന വാക്കിന് തന്നെ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അതെല്ലാം മാറി വരുന്ന ഒരു ചിന്താഗതികൾ ഈ സമയത്തുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂലം നക്ഷത്രം, മൂലം കഴിഞ്ഞ പോരാടം, മൂല നക്ഷത്രക്കാരും ധനുരാശിയിൽപ്പെട്ടിട്ടുള്ളതാണ്. അവർക്കും ഇതേ അനുഭവം തന്നെ വരുന്നത്. പക്ഷേ മൂല നക്ഷത്രക്കാർക്കാണെങ്കിൽ ചെറുപ്പക്കാർക്ക് വളരെ അത്യധികമായിട്ട് ഗുണകരമായിരിക്കും. അതേ സമയത്ത് ഏകദേശം 32 വയസ്സിന് ശേഷം 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള മൂല നക്ഷത്രക്കാർക്ക് ശരാശരി പറഞ്ഞാൽ കഴിഞ്ഞു കൂടാനുള്ള ഒരു ലെവലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. ഉത്തരാട നക്ഷത്രക്കാർക്കാണെങ്കിൽ വൻകിട നേട്ടങ്ങൾ ഉള്ള ഒരു സമയമാണ് ഉത്തരാട നക്ഷത്രം മകരക്കൂറാണ്. ധനുക്കൂറിൽ വരുന്നുണ്ട്. ഉത്തരാട നക്ഷത്രക്കാർക്ക് നല്ല വെച്ചടി കയറ്റം എന്ന് പഴഞ്ചൊല്ലുണ്ട്. അത് അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്രാട കഴിഞ്ഞ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്ന കാലം വളരെ ഉജ്ജിതകരമാണ്. ഈ കുംഭമാസം 10-ാം തീയതി തൊട്ട് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി വയ്ക്കും. അതുപോലെ തന്നെ അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങും. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് വകവയ്ക്കുക വേണ്ട എന്നുള്ളവർ വകവയ്ക്കേണ്ട ആവശ്യമില്ല. അതിനെ മറികടന്ന് നമുക്ക് പോകാനുള്ള പ്രവണതകളുണ്ടാവും. അതായത് ഒരുപാട് കോടിക്കണക്കിനുള്ള സ്വത്തുകൾ മുടക്കി ഓരോരോ പ്രൊജക്റ്റ് മുടക്കി പെട്ട് കിടക്കുന്ന ആളുകളുടെ അനുഭവം എനിക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സത്യസന്ധമായിട്ട് പറയാം, അവരുടെ അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അവരെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞു നിർത്തിയിരിക്കുന്നു. അവർക്ക് ഞാൻ വാഗ്ദാനം കൊടുക്കണം, അങ്ങോട്ട് വാഗ്ദാനം കൊടുക്കണം. നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താമെന്നുണ്ട് വിട്ട് രക്ഷപ്പെടുത്താൻ ഞാനല്ല രക്ഷപ്പെടുത്തുന്നത്, എൻ്റെ പ്രവചനമാണ് രക്ഷപ്പെടുത്തുന്നത്, എൻ്റെ വാക്കുകളെ രക്ഷപ്പെടുത്തുന്നത്. എനിക്ക് പറയാൻ തോന്നുന്ന ദൈവീകരമായിട്ടുള്ള വാക്കുകൾ ദൈവം ചിന്തിച്ചിരുന്നതാണ്. അതാണ് അതിൻ്റെ ഇത്. അതേ സമയത്ത് തിരുവോണം കഴിഞ്ഞ അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിൽ പകുതി മകരത്തിലും പകുതി കുംഭത്തിലും പെടും. രണ്ടുപേരും ഗുണാനുഭവങ്ങളാണ്. മകരം കഴിഞ്ഞ കുംഭം മാസമാണത്. കുംഭൻ രാശിയിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതില്ല ഞാൻ ഒരിക്കലും പറയില്ല. കുംഭൻ രാശിയിൽ
ജനിച്ചിരിക്കുന്ന ഒരു കുംഭമാസത്തിൽ പ്രശ്നങ്ങൾ കുറച്ചുണ്ടാവും. അത് സഹിച്ചേ പറ്റുള്ളൂ. അതിനുള്ള പരിഹാരം ധാരാവിളക്ക് മാല ശിവനെങ്കിൽ ചാർത്തുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് ക്ഷേത്ര ദർശനം നടത്തി പരിഹാരം നേടുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ചതയ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്കും അതേമാതിരി കുംഭൻ രാശിയിൽ തന്നെ ഉള്ളതാണ്. ഇതേ പരിഹാരം തന്നെ അവർക്കും ചെയ്യേണ്ടത്. എന്നിരുന്നാലും ചതയ നക്ഷത്രക്കാർക്ക് ഏകദേശം 10-30 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സിന് ശേഷമുള്ളവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടായിരിക്കും ഇനി ഈ കുംഭമാസത്തിൽ വരാൻ പോകുന്നത്. പൂരോട്ട നക്ഷത്രക്കാർ മിക്കവാറും കുംഭൻ രാശിയിൽപ്പെട്ടിരിക്കുന്നത്. പൂരോട്ട നക്ഷത്രക്കാർക്കെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ വാർദ്ധക്യ സമയത്ത് ചെറുപ്പകാലത്തിലുള്ള സമയം യൗവന സമയം നല്ല സമയമാണ്. 30 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക്, 30 വയസ്സ് കഴിഞ്ഞവർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും അവർ അതിന് തരം ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് പൂരോട്ടാതി മീനൻ രാശി വരുന്ന പൂരോട്ടാതിക്കാർക്ക് ദോഷ സമയമാണ്. കുംഭമാസം ദോഷമാണ്. കുംഭത്തിൻ്റെ 12-ാം ഭാവത്തിലാണ്, മീനത്തിൻ്റെ 12-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് ദോഷമാണ്. അതുപോലെ തന്നെ ജന്മത്തിൽ രാഹു നിൽക്കുന്നത് അത് ദോഷമാണ്. ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശുക്രൻ ഇതുവരെ ഇല്ലാത്ത ശുക്രൻ വന്നിട്ട് ഏകദേശം 3-4 മാസം ഉച്ചത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ ജന്മത്തിൽ. അത് ഗുണം ചെയ്യുന്നു തോന്നുന്നില്ല. ഗുണം ചെയ്യില്ല ഒരിക്കലും. ഗുണത്തിന് പകരം ദോഷം ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 27 നക്ഷത്രക്കാർക്ക് ഉള്ള ഫലങ്ങളാണ് കുംഭൻ രാശിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം.